ഗൈസ് ഞാൻ ഈ ലൈറ്റ് ഓഫ് ആക്കി തിരക്കോട്ട് പോണത് വേറെ സ്കൂളിൽ വിളിച്ചിട്ട് പറഞ്ഞ സർട്ടിഫിക്കറ്റും അതേപോലെ ട്രോഫി വാങ്ങാനുണ്ട്. അപ്പോൾ വേഗം വരാൻ പറഞ്ഞു. ഞാൻ കേട്ട പാടി കേൾക്കാത്ത പാടി വേഗം മനെ വിളിച്ചിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റും ട്രോഫിയും വേറെ ഒന്നിലല്ല, ഞാൻ 10th പാസ്സായതിന്റെ ഭാഗം പ്ലസ് കുട്ടികൾക്ക് മാത്രമല്ല പാസ്സായ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പിന്നെ സ്കൂളിലേക്കായ കാരണം നല്ല ഈമാനുള്ള കുട്ടിയായിട്ട് വേണമല്ലോ പോകാൻ. അത് കാരണം കാണുമ്പോൾ തന്നെ നല്ല ബർത്ത്. അപ്പോൾ വീടൊക്കെ പോട്ടിട്ട് വേഗം ഇറങ്ങി ഞങ്ങൾ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കേട്ട് ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റി കൂടിയ കാരണം വേഗം ചെയ്ത് തീർക്കാം. മാല ഒന്നും ഇടാൻ ടൈമില്ലാത്ത കാരണം ഞാൻ മാലൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് ലേറ്റ് ആവലൊന്നും പതിവാണല്ലോ, അതുപോലെ ഇന്നും സ്കൂളിൽ 9:45 എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. പിന്നെ ഈ നടുവിലിരിക്കുന്ന ലോഡിനെ വെളിയങ്കോട് ഇറക്കി തിരക്കിൽ എടുത്തു കൊടുന്നപ്പോൾ ഞാൻ കൊടുത്ത മാലക്ക് ഫുള്ള് കെട്ട് വീണ്. ഞാൻ അതിന്റെ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് അത് ഊരാളുള്ള തന്ത്രപ്പാടില്ല. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോഴാണ് ഇതേപോലത്തെ കുറെ ഇടങ്ങി. അവസാനം അതിന്റെ കെട്ട് ഊരിയ സന്തോഷം എന്റെ മുഖത്തേക്ക് കാണുന്നത്. നിങ്ങൾ ആ സന്തോഷത്തിന് അധികം നേരം ആയുസുണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് എനിക്കത് ഇടാൻ പറ്റിയത്. അത് ഇട്ട് വരുമ്പോഴത്തേന് ഫഹദിനെ അവിടെ വെളിയങ്കോട് ഇറക്കുകയും ചെയ്തു. ഞാൻ എന്റെ ആങ്സൈറ്റും എക്സൈറ്റ്മെന്റും ഒക്കെ കൂടിയിട്ട് ഉമ്മാനെ കിടന്ന് മോട്ടറാക്കിയിരുന്നു. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9:45 ഉള്ളിൽ എനിക്ക് അവിടെ സ്കൂളിൽ എത്തണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഉമ്മാനങ്ങനെ കിടന്ന് ഭ്രാന്താക്കിയിരുന്നു ഞാൻ. കണ്ടില്ലേ ആ മുഖത്ത് ആ ഗാംഭീര്യം. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എന്നെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് എറിയാറുന്നത്. സ്നേഹം കൊണ്ടൊന്നല്ല, സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തേ ചോദിച്ചാൽ എന്ത് പറിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം, നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ച് പോകുമ്പോഴാകും ഇല്ലാത്ത ട്രാഫിക്കും ബ്ലോക്കുകളും. 45 ആവാൻ വേണ്ടിയിട്ട് ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. ഇവിടെ നിന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പോകാനുണ്ട്. ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് 2 സൈഡിൽ നിന്ന് ബസ് വന്നിട്ട് ബ്ലോക്ക്. അങ്ങനെ അവസാനം സ്കൂളെത്തി. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടേക്കല്ല വരേണ്ടത്, ഹയർ സെക്കൻഡറി ഭാഗത്തേക്കാണ്. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടടുത്തായ കാരണം പിന്നെ പാടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഹയർ സെക്കൻഡറി ഭാഗത്തേക്ക് എത്തി. ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ എന്തോ പെണ്ണ് കാണാൻ വന്ന പോലത്തെ ഒരു നാണായിരുന്നു എനിക്കും ഉമ്മാക്കൊക്കെ. അങ്ങനെ അവിടുത്തെ സ്റ്റെപ്പ് കയറുമ്പോഴാണ് എന്റെ തോള് ആ സൈഡിൽ വെച്ചിട്ട് കുത്തിയത്. അങ്ങനെ അവസാനം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി. അവിടെ എത്തിയപ്പോൾ വെറുതെ പടഞ്ഞിട്ട് വന്ന പോലെ തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് എന്റെ ഫ്രണ്ട്സുകളെ കിട്ടി. അവരെ കണ്ടപ്പോൾ ബാക്കിലോട്ട് ഇരിക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പത്തിന് ഉമ്മ ഫ്രണ്ട് സീറ്റിലാണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബാക്ക് സീറ്റാണ് ഇഷ്ടം ഉമ്മക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രണ്ടിൽ കൊടുത്തിരുത്തിയത്. ഞാനെന്നെ തട്ടൊക്കെ ഇട്ടിട്ട് വല്ല പൂത്താത്ത പോലെ ഉണ്ട് കാണാൻ. ഇങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഈ ഇരിക്കണതൊക്കെ ഞങ്ങൾ മാനേജ്മെന്റ് ആണ്. കൂടാതെ ഞങ്ങൾ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ആണ് ഈ കാണുന്നത്. പ്രിൻസിപ്പൾ പുതിയ പ്രിൻസിപ്പളാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ പ്രിൻസിപ്പൾ ആയിരുന്നില്ല. പക്ഷെ ആള് പാവം കേട്ടോ. അവരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്റെ കണ്ണാ ട്രോഫിയിലോട്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ബോറടിച്ച് ഉറക്കം വരാനായപ്പോൾ അവർ ചായ കൊടുത്ത് ഞങ്ങൾക്കല്ല, പാരന്റ്സ് ഉള്ള കാരണം പാരന്റ്സിനാണ് കൊടുത്തത്. പിന്നെ കുടുംബമുള്ള കാരണം എനിക്കും ആ ചായ കിട്ടി, കൂടെ ഒരു ബിസ്ക്കറ്റും. അങ്ങനെ അതൊക്കെ തിന്നിരിക്കുമ്പോഴൊക്കെ വന്നിട്ട് ഞങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇത്രയും മാർക്ക് വാങ്ങിയത്, അതേപോലെ എത്ര പ്രതിസന്ധികൾ ഞങ്ങൾ മറികടന്നൊക്കെ പാരന്റ്സിന് പറഞ്ഞു കൊടുത്തിരുന്നു. അതൊക്കെ കേട്ടിന്റെ ഉമ്മാനെ നോക്കിയിട്ട് തല കുലുക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ട്രോഫി എടുക്കുന്ന ചടങ്ങിലോട്ട് അങ്ങനെ ഫസ്റ്റ് ഫുൾ A+ കിട്ടിയ ആൾക്കാരെ വിളിച്ചു. അങ്ങനെ വെയിറ്റ് ആക്കിയിരുന്നിട്ട് അവസാനം ഇന്നെയും വിളിച്ചു. ഞാൻ ഒറ്റക്കാണ് പോയത്. കുറെ നേരമായി ഞാൻ ഉമ്മാനെ വിളിച്ചിരുന്നു. ഉമ്മാക്ക് പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തെ നാണയ കാരണം അവിടെ ഇരിക്കുകയായിരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും കൂടി വിളിച്ചപ്പോഴാണ് ആൾ എണീച്ച് വന്നത്. ആൻഡ് ഗൈസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് അച്ചീവ്മെന്റ് ഇൻ മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ ട്രോഫിന്റെ കയ്യിൽ തന്നപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയേണ്ടിയിരുന്നില്ല. എന്റെ കൈയൊക്കെ ഫുള്ള് വിറക്കായിരുന്നു. അങ്ങനെ ട്രോഫീസും സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അവിടെ വന്നിരുന്നു. എന്നുണ്ടെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് ട്രോഫി ഒക്കെ നോക്കിയിട്ട് പുളകം കൊള്ളായിരുന്നു. കൂടെ ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രോഫീസ് ഒക്കെ കിട്ടിയപ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷമായത് എന്റെ ഉമ്മാക്കാണ്. കാരണം ആൾക്ക് ഇതേപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്റെ കൂടെ വന്ന് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റും ട്രോഫി ഒക്കെ കിട്ടുമ്പോൾ ആ ടൈമിൽ നിന്റെ ഉമ്മ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ട്രോഫി ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ +1 +2 പ്രിൻസിപ്പളാണ്. ആളെ കാണുമ്പോൾ ഭയങ്കരമാക്കി തോന്നുമെങ്കിലും ആള് പാവമാണ്. ഞങ്ങൾക്ക് കുറെ ക്ലാസ്സുകളൊക്കെ എടുത്തു. ഞങ്ങൾ കരിയർ ബിൽഡപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ ഞങ്ങൾ +1 +2 ഏത് കോഴ്സ് എടുത്താൽ ഏത് ഫീൽഡിലോട്ട് പോകാം എന്നൊക്കെ ആൾ ഞങ്ങൾക്ക് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി തന്നു. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ്. വെറും 2 വർഷത്തെ നിങ്ങൾക്ക് ഉയർന്ന ജോലി തന്നെ കിട്ടും. മോശമില്ലാതെ പ്രൊമോഷൻ കിട്ടി പോകാം. നമ്മൾ എബിലിറ്റീസും അതേപോലെ തന്നെ സ്കിൽസും മനസ്സിലാക്കിയിട്ട് ഏത് ഫീൽഡ് എടുക്കണം എന്നുള്ളതൊക്കെ ആൾ പറഞ്ഞു. മാത്രമല്ല 2 കൊല്ലം കൊണ്ട് നമുക്ക് ജോബ് വേണമെങ്കിലും അതും ആൾ പറഞ്ഞു തന്നു. സത്യം പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അങ്ങനെ ആളെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വേറൊരു സാറ് വന്നത്. ആള് വന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല അത് ആരാണെന്നുള്ളത്. പിന്നെയാണ് ആള് പറഞ്ഞത് ഗൂഗിളിൽ കയറിയിട്ട് ഫിസിക്സ് ടീച്ചർ ഇൻ കേരള നോക്കാൻ പറഞ്ഞു. ആള് പറഞ്ഞു ഫസ്റ്റിന്റെ ഫോട്ടോ വന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്തും തരും. ആള് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആള് പിക്കാണ് വന്നത്. ആള് ഞങ്ങൾക്ക് വന്നിട്ട് എൻട്രൻസ് എക്സാം അതേപോലെ തന്നെ നീറ്റ് കീം GE ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താന്നുള്ളതൊക്കെ പറഞ്ഞു. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ക്ലബ് സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഹിന്ദി സുഗമ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാനുണ്ടെന്ന്. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയാലെന്ന് തോന്നിയത്. ഞാൻ മാത്രമല്ല എന്റെ ഫ്രണ്ട്സും ഓളെ ഉമ്മയും. അങ്ങനെ ആദ്യം എന്റെ ഉമ്മയും അതേപോലെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ ഉമ്മയും കൂടിയിട്ടാണ് പോയത്. ഒറ്റ ബൈക്കുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിച്ചത്. അങ്ങനെ ആദ്യം അവരെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഞങ്ങൾ 4 പേര് ഒരുമിച്ച്. അങ്ങനെ
അങ്ങനെ അവസാനം എന്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വടക്കേക്കാട് അൽമാസിലോട്ടാണ് വന്നത്. 4 പേരുള്ള കാരണം ഉൾവഴി കൂടിയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ എൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മ വെള്ളം കാണാൻ ഇരിക്കണ പോലെ ഇരിക്കുന്നത്. ഞാനാണ് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഫുഡ് കഴിക്കാൻ വന്ന തൊരയിൽ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ആക്കി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയിരുന്നു ഞങ്ങൾ. എൻ്റെ മുഖത്തും സങ്കടം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് പീസ് കൊടുന്നു കഴിഞ്ഞാൽ ഇവർ എടുത്തുണ്ടോ, അപ്പൊ അത് കിട്ടൂല എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ. ക്യൂട്ട്നെസ് ആണ് മുഖത്ത് കാണുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയണതല്ല, ക്യൂട്ട്നെസ് ഇടാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും മിഡിൽ ക്യൂട്ട്നെസ് ഇട്ട ആളെ ഉമ്മയാണിത്. ഇതിനെ പിന്നെ അറിയാലോ, അത് ഇന്റെ പ്രോപ്പർട്ടി. മറ്റാളുടെ ഉമ്മല്ല, കാരണം ട്രോഫി വാങ്ങിയതിന് ശേഷം ആളെ ഉമ്മാനെ അവള് തള്ളി പറഞ്ഞയച്ചു. ലാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവർക്കും പിരിപിരിയാണ് പറഞ്ഞത്. എന്റെ ഉമ്മക്കും മാത്രം ബിരിയാണി ഓർഡർ ആക്കിയത്. എന്നിട്ട് ആളത് കഴിക്കുകയും ചെയ്തില്ല, പകുതി ബാക്കി. ഞങ്ങൾ 3 പേരായോണ്ട് പറയണതല്ല, ഒരു തരി ഫുഡ് പോലും ബാക്കിയാവൂല. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് ഒരാളെ എൻട്രി വന്നത്. ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്യൂട്ട്നെസ് ഇട്ട ആള് ഭയങ്കര സെലിബ്രിറ്റി ആയ കാരണം ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര നാളെ. പക്ഷെ എന്നോടാ കളി, മുഖം കാണിക്കാണ്ട് ഞാൻ അങ്ങനെ വിടൂലല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരം പുറത്തിരുന്ന് വർത്താനം പറഞ്ഞു. കുറെ നേരം പോട്ടെ എന്ന് പറയുന്നു. പക്ഷെ വർത്താനം പറഞ്ഞിട്ട് കുറെ നേരം നിന്ന്. ഞങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യാണ്, പക്ഷെ ഇവൻ സമ്മതിക്കണില്ല. ഇവൻ ഇൻഷാല്ല ഒരു 6 മാസമല്ല അതിന് കാലാവധി യൂട്യൂബിലേക്കുള്ളതാണ്. പ്രത്യേകിച്ച് എടുക്കണേ ഇവിടെ അതിൽ വന്നിട്ട് അടിയിൽ ഐ ഡോണ്ട് നോട്ട് ലൈക്ക് ഇറ്റ് എന്ന് അറിയുള്ളൂ. മൂപ്പരുടെ മെയിൻ ഡയലോഗാണ് ഐ ഡോണ്ട് നോ ലൈക്ക് ഇറ്റ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറെ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾ 3 പേരും സെയിം ഒരേ സ്കൂളിലാക്കുമെന്ന്. പ്ലസ് പക്ഷെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ആക്കും. ഞങ്ങൾ 3 പേരും കൂടിക്കഴിഞ്ഞാൽ ഉടായിപ്പാവുന്ന അവർക്കറിയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല നാടൻപഴം വാങ്ങാൻ വേണ്ടി നിർത്തി. നിങ്ങൾക്ക് നല്ല നാടൻപഴം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഒരു തോമസ് ഷീറ്റ്സിന്റെ തൊട്ടപ്പുറത്തെ കടയാണ്. എപ്പോഴും നല്ല ഫ്രഷ് നാടൻപഴങ്ങൾ ഉണ്ടാകും. അങ്ങനെ 1 കിലോ പഴം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയി ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലിലോട്ട്. മാമി ഇവിടെ പ്രസവിച്ച് എടുക്കുന്നുണ്ട്. എന്റെ പപ്പയുടെ പെങ്ങൾ ആൾ ഇന്നലെ പ്രസവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് റൂമിലോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി വന്നിക്കുകയാണ്. ഞാനാണെന്തെങ്കിലും ഉന്നിനെ കാണാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ അവർ കിടന്നിരുന്ന റൂം ക്ലീൻ ആക്കുകയാണ്, കാരണം അവരിപ്പുറത്തെ റൂമിലോട്ടാണ് മാറ്റിയത്. അങ്ങനെ ചെറുതിനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ചേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ അക്ഷയയിലോട്ട് പോകുമ്പോഴാണ് വേറെ മാമിന്റെ വീട്ടിൽ കയറിയാലോ. പിന്നെ പോണ വഴിയായ കാരണം വേഗം ആളെ വീട്ടിലോട്ട് ഞങ്ങൾ കയറി. നമ്മൾ കുറച്ചായി വന്നിട്ട് അങ്ങനെ ആദ്യം കയറ്റാൻ പോയ വീട് അതാണ് സംഭവം. അതല്ല ആളെ വീട്, ഇതാണ് ആളെ വീട്. അങ്ങനെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ വിചാരിച്ച ആരും ഉണ്ടാവൂലാണ്. അങ്ങനെ അവരെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് അവിടെ വളർത്തുന്ന പൂച്ചനെ കണ്ടപ്പോൾ ഞാൻ വേഗം ചാടി. എനിക്ക് ഇങ്ങനത്തെ അലർജി ആണെങ്കിലും ഞാൻ ഇതിനെ തൊടാണ്ടിരിക്കും. അങ്ങനെ ഹെൽമെറ്റും കൂടി നേരം ഞാൻ പോയത് ആ പൂച്ചിൻ്റെ അടുത്തേക്കാണ്. പക്ഷെ ആ പൂച്ചേൻ്റെ മൈൻഡും കൂടി ആക്കാണ്ട് എണീച്ചു പോയി. മൈൻഡ് ആക്കാണ്ട് എണീച്ചപ്പോൾ വാല് കറക്കിയിട്ട് ഒറ്റ ഇറങ്ങാൻ പൂച്ചില്ലാത്ത കാരണം ക്ഷമിച്ച് നിന്ന്. ഞാനാണെന്ന് തൊടാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷെ എങ്ങനെ നോക്കിയിട്ട് ആളൊന്നും വഴങ്ങി തരുന്നില്ല. വല്ലാണ്ട് ഞാൻ തൊടാൻ നിന്നില്ല, കാരണം ഇനി തൊടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കടി അല്ലെങ്കിൽ മാന്തൊക്കെ കിട്ടും. ജസ്റ്റ് ഒരു മിസ്സിനാണ് ഞാനൊരു കടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ ചമ്മിന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എൻ്റെ ഉമ്മ ഇരുന്ന് നോക്കിയത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ വേണം, കാരണം ഞാൻ ഓരോന്ന് കാട്ടാൻ പോയിട്ടില്ല. അപ്പത്തിന് ആൾ ഡോറ് തുറന്നു. അങ്ങനെ ഉമ്മ ഡോക്കിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേഗം ഞാൻ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. ഞാൻ കയറുന്നതിനേക്കാളും മുന്നേ ഉമ്മച്ചി അപ്പത്തിന് ഓടിക്കേറി. എന്താ എന്നാലും പൂച്ചക്ക് ഇത്ര ചാടാ പോണോക്ക്. എൻ്റെ പൂച്ചക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പത്തിന് വാല് തൂക്കി എറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആളൊരു മാസം അങ്ങനെ മാമിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് നേരെ ആള് കയറിയിട്ട് ഫ്രണ്ടിൽ അങ്ങോട്ട് വന്നിരുന്നത്. നേരത്തെ നാണം കെടുത്തില്ലേ, അതിനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അത് കാരണം വെറുതെ കിടക്കുന്ന പൂച്ചനെ ഞാൻ പോയിട്ട് ഇറിറ്റേഷൻ ആക്കിയിരുന്നു. നേരത്തെ ഒരു കടി കിട്ടാൻ ഓങ്ങിയ കാരണം എനിക്ക് പിന്നെ ട്രോമ അടിച്ച്. അത് കാരണം വല്ലാണ്ട് തൊടാൻ പോയില്ല. മക്കളെ ജസ്റ്റ് മിസ് ഇന്നിപ്പോ മാണ്ടിയിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ പോളിയോ കുത്താത്ത കാരണം ടീട്ടി അടിക്കാൻ ഓടാൻ എനിക്ക് വയ്യ. ഒരു ടീട്ടി കുത്തി ചെയ്യണം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. എന്നിട്ടും ഞാൻ അതിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചു. ഞാൻ എന്റെ ഷാളോണ്ടൊക്കെ അതിനെ എങ്ങനെയൊക്കെ ഇറിറ്റേഷൻ ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആക്കി. ഞാനിങ്ങനെ ശല്യപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വല്ലാണ്ടായിരുന്നു എനിക്ക് പിന്നെ കൈകൊണ്ട് തൊടാൻ പേടിയായ കാരണം ഞാൻ ഷാളോണ്ടാണ് കിടന്ന് കാട്ടിയിരുന്നത്. അങ്ങനെ ഒരു തട്ടം കൊണ്ടൊക്കെ ആളെ തലയുടെ മേലെ കൂടെ കെട്ടെടുത്തപ്പോൾ ആളിങ്ങനെ ഒതുങ്ങിയിരുന്നു. ആ നിമിഷം ഞാൻ ആലോചിച്ച് തലയിൽ ഇതുപോലെ എന്തെങ്കിലും കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഒതുങ്ങിയിരിക്കുമല്ലോ. പക്ഷെ എന്റെ തോന്നല് വെറുതെ ആയിരുന്നു. ആളതൊക്കെ തട്ടി മാറ്റി. അങ്ങനെ എന്റെ ശല്യപ്പെടുത്തലൊക്കെ കഴിഞ്ഞപ്പോൾ മാമി ഞങ്ങൾക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി തന്നു. നല്ല തണുത്ത ജ്യൂസ് കിട്ടുന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ പോവാൻ നേരം ആൾ അവിടെ വീട്ടിലുണ്ടായ മാങ്ങ ഞങ്ങൾക്ക് എടുത്ത് തന്നൊരു കവർ നിറച്ചു. മാങ്ങയിൽ മുഴുകിപ്പോയി ഞാൻ എന്റെ ഹെൽമെറ്റ് എടുക്കാനും മറന്നു. അങ്ങനെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഹെൽമെറ്റ് എടുത്തു. പിന്നെ നിങ്ങൾക്കറിയാലോ ഇവരേറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നോന്നി പറിച്ചില്ല. വീട്ടിന്റെ ഉള്ളിൽ നോന്നിരുന്നു, പുറത്ത് വന്നിട്ട് നോന്നിരുന്നു. അങ്ങനെ അവസാനം വണ്ടി തിരിച്ചു. ഞാനാണെങ്കിൽ ഇത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. പക്ഷെ കാശ് ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് നേരെ അക്ഷയയിലോട്ട് പോകാം. അലോട്ട്മെന്റിന്റെ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ അക്ഷയയിലോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് ഒരു പോക്ക് തന്നെയായിരുന്നു. അങ്ങനെ അവസാനം അക്ഷയയിലെത്തി. അക്ഷയയിലോട്ട് പോയിട്ട് എന്റെ ഫോമൊക്കെ വാങ്ങി. ഫോം കയ്യിൽ കിട്ടിയപ്പോൾ ഫുള്ള് ടെൻഷനായി, കാരണം എന്താ കാട്ടേണ്ടതെന്ന് അറിയേണ്ടിയിരുന്നില്ല. അങ്ങനെ അവിടെ ചേച്ചി പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫില്ല് ചെയ്തിട്ട് മെല്ലെ വന്നാൽ മതി. വൈഫ് ഫെയർ ഗൈസ് നമ്മൾ ഗൂഗിൾ ചേച്ചി അല്ലേ ഉള്ളത്, അതുകൊണ്ട് പിന്നെ എളുപ്പമാണ്. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും വേഗം പറഞ്ഞു തരുന്ന കാരണം ആ ടെൻഷൻ കണ്ട് മാറി കിട്ടി. ഇന്നും വേറെ കുറെ സ്ഥലത്ത് പോകാനുള്ള കാരണം എന്നോട് ദേഷ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വെളിയങ്കോടാണ്. കാരണം അവിടെ ഒരു ട്രോഫി നമ്മൾ പോകുമ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിന് എടുക്കാനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വെളിയങ്കോട്. പിന്നെ ഞങ്ങൾ പ്രോ ഡ്രൈവേഴ്സ് ആയ കാരണം ഇതൊക്കെ എന്ത്
അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഉമ്മമ്മ അവിടെ ഇല്ല എന്നുള്ള കാര്യം. ആദ്യം കുറെ ബെല്ലൊക്കെ അടിച്ചു നോക്കി, നോക്കുമ്പോൾ വാല് തുറക്കാതെ കണ്ടപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കി എവിടെയെന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് വയ്യാഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അങ്ങനെ ചാവി ആൾ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ആളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഇങ്ങോട്ട് വന്ന് അതേ സ്പീഡിൽ തിരിച്ചു പോയി. ആള് പിന്നെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയ കാരണം എളുപ്പമായി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടേക്ക് എത്താനായപ്പോഴാണ് കണ്ടത് ഉമ്മയും അതേപോലെ തന്നെ ഫഹദും കൂടി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിലേക്ക് കയറിക്കോ പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് വണ്ടിയിൽ നിന്ന് തല ഇറങ്ങുമെന്ന് പറഞ്ഞ കാരണം ആളും ഫഹദും കൂട്ടിട്ട് നടന്നു വരെ ചെയ്തത്. അങ്ങനെ നടന്നപ്പോൾ വീട് എത്തുന്നതിന് മുന്നേ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറിയിട്ട് ചായ കുടിക്കാന്നും വെച്ച് ഞാൻ അവിടുന്ന് 2 ഉന്നക്ക വാങ്ങി കഴിച്ച്. അവർ വേറെ എന്തൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. ഉമ്മമാന്റെ വീട്ടിലാക്കിയതിന് ശേഷം ഞങ്ങളെ വീട്ടിലോട്ട് വന്നു. ആ ടൈമിലാണ് ഒരു കൊറിയർ എനിക്ക് വീട്ടിലോട്ട് വന്നത്. ഇതും എന്റെ 10th പാസ്സായതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ്. എനിക്ക് ടോട്ടലി കിട്ടിയ എല്ലാ ഗിഫ്റ്റും വെച്ചിട്ട് ഒരു വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ സെറ്റ് വീണ്ടും കാണാം.